നീതി പ്രതീക്ഷയിലാണോ എന്നുള്ളതാണ്. നീതി പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്, കേരളമുള്ളത്, ഈ രാജ്യമുള്ളത്. നമ്മൾ ഇന്നേവരെ കേട്ടിട്ടില്ലല്ലോ റേപ്പ് കൊട്ടേഷൻ, ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുക എന്നുള്ളത്. ഒരു ബലാത്സംഗത്തിൽ ഇരയെ വീഴ്ത്തുന്ന വേട്ടക്കാരന് ലഭിക്കുന്ന സംതൃപ്തിയേക്കാൾ എത്രയോ ക്രൂരമാണ് ഒരു വേട്ടക്കാരൻ കൊട്ടേഷൻ റേപ്പ് വഴി സാധിച്ചെടുക്കുന്നത് എന്നുള്ളതാണ്. പ്രേക്ഷകരെ, നിങ്ങൾക്കറിയാമോ, ഈ കേസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഓരോ തവണയും ഞെട്ടലുണ്ടാക്കുന്നത് ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരും അതിജീവിതയും തമ്മിലുള്ള അധികാരത്തിൻ്റെ അന്തരമാണ്, സ്വാധീനത്തിൻ്റെ അന്തരമാണ്. ഈ കേസിനെ ഞാൻ വ്യക്തിപരമായി വീക്ഷിക്കുന്നതും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കാണുന്നതും ഈ കേസിൽ ഒരുപാട് ഘട്ടങ്ങളിൽ വാദിക്കാനെത്തിയത് പ്രകൃതി തന്നെയായിരുന്നു. പ്രകൃതിയാണ് ഈ കേസിലെ വാദി. പ്രകൃതിയുടെ കയ്യൊപ്പിട്ട വിധിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം പല ഘട്ടങ്ങളിലും അതിജീവിത നിസ്സഹായായി പോയിരുന്നു. അതിജീവിത നിസ്സഹായായി പോകുന്ന ഘട്ടങ്ങളിലെല്ലാം എങ്ങനെയൊക്കെയോ പ്രകൃതി ഒരു വിധി അനുകൂലമായി നിലപാടെടുത്തു വന്ന ഒട്ടേറെ സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ വിധി വരുമ്പോൾ നമ്മൾ 2-3 പേരുടെ പേരുകൾ കൃത്യമായും ഓർമ്മിച്ച് വെക്കണം. അതിലൊന്ന് നേരത്തെ പറഞ്ഞ പി ടി തോമസിൻ്റെ പേരാണ്. പി ടി തോമസ് ഈ കേസിലെടുത്ത ആർജവമുള്ള നിലപാടാണ്. ഒരു സ്വാധീനത്തിലും വഴങ്ങാതെ മനുഷ്യൻ കൊടുത്ത ആ മനുഷ്യൻ്റെ ഇടപെടലുകളാണ് അതിജീവിതയ്ക്ക് നീതി പോരാട്ടത്തിന് വേണ്ടിയുള്ള ധൈര്യം തന്നത്. മറ്റൊന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഈ കേസിൽ ഒരു തരത്തിലുള്ള സ്വാധീനത്തിനും ഇട നൽകാത്ത വിധം കേസിനെ ഈ രീതിയിലേക്ക് എത്തിച്ചതിന് തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനും ആ അർത്ഥത്തിൽ ഒരു റഫറൻസ് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അർഹിക്കുന്നുണ്ട്. മൂന്നാമത്തത് ബാലചന്ദ്രകുമാറാണ്. ഇന്ന് നമ്മളോടൊപ്പമില്ല. റിപ്പോർട്ടർ ടിവിയിലൂടെ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഈ കേസിൽ ഒരു പുതിയ അധ്യായം തുറക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ എങ്ങനെയൊക്കെയാണ് ഈ അതിജീവിതയെ പ്രകൃതി സഹായിക്കാനെത്തിയത്? വളരെ അത്ഭുതകരമാണ്. സാധാരണ രീതിയിൽ ഇത്തരമൊരു കേസിൽ ഇത്തരം സ്വാധീനശേഷിയുള്ള ഒരാൾ എത്തിയാൽ അതൊക്കെ തേച്ചുമാശപ്പെടുന്നു പോകുന്നതാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിവിദഗ്ധമായിട്ടാണ് കരുക്കൾ നീക്കിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പൾസർ സുനിയെപ്പോലെ ഒരു ഡ്രൈവറെ ഉപയോഗിച്ച് ഒരു നടിയെ ബലാത്സംഗം ചെയ്ത് അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി, ആ ദൃശ്യങ്ങൾ പിന്നീട് പോൺ വിപണിയിൽ ലഭ്യമാക്കി ഈ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ഭാവി ജീവിതത്തെ നശിപ്പിക്കുകയായിരുന്നു ഇതിലെ പ്രധാന പ്രതിയുടെ ഉദ്ദേശം എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഡയറി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യയിൽ ഒരിടത്തെങ്കിലും കേട്ടുകേൾവിയുണ്ടോ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ആഗ്രഹ പൂർത്തീകരണമാണെങ്കിൽ, ഒരു വേട്ടക്കാരൻ്റെ ആഗ്രഹ പൂർത്തീകരണമാണെങ്കിൽ, വന്യമായ ഒരു ക്രിമിനൽ ഒഫൻസ് ആണെങ്കിൽ അതിലും എത്രയോ 10 മടങ്ങാണ്. അതിലൊരു ഡ്രൈവറെ കൊണ്ട് റേപ്പ് ചെയ്യിപ്പിച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി അത് പൊതുവിപണിയിൽ ലഭ്യമാക്കി ആ പെൺകുട്ടിയുടെ മാനത്തെ പൂർണ്ണമായിട്ടും നിരാകരിക്കുന്നൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് അതുമൂലം ലഭിക്കുന്ന ഒരു കിക്കുണ്ടല്ലോ, ആ ലഹരിയിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭയം എന്ന് പറയുന്നത്. ആ ലഹരിയായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. അതും തികഞ്ഞും ഒരു നടൻ്റെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ വീഴ്ചയെ ചുറ്റിപ്പറ്റിയാണ് ഈ കേസ് മുഴുവൻ തുടങ്ങുന്നത്. ഞാൻ ആ കേസിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല. ഈ കേസിൽ വ്യക്തിപരമായ ബന്ധമുള്ളയാളെന്ന നിലയിലും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും. പക്ഷേ 2-3 കാര്യങ്ങൾ പ്രേക്ഷകർ അറിയണം. ഈ കേസിൽ അതിജീവിത നിസ്സഹായി പോകുന്ന ഘട്ടങ്ങളുണ്ടായിരുന്നു. അവിടെ എല്ലാം എങ്ങനെയാണ് ഓരോ സാഹചര്യങ്ങളും അനുകൂലമായി വന്നത് നോക്കൂ. പ്രകൃതിവാദിയാണെന്ന് പറഞ്ഞത് വെറുതെയല്ല. ഈ കേസിൽ 8ാമത്തെ പ്രതിയായി ദിലീപിലേക്ക് അന്വേഷണം എത്തുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ നിർണായക ഘട്ടത്തിൽ ആ തെളിവ് തന്നെ ഉണ്ടാക്കി വെച്ചു 8ാമത്തെ പ്രതി. പോലീസിന് മുഖ്യമന്ത്രിക്ക് തന്നെ അയച്ചിരിക്കുന്ന പരാതിയിൽ പറയുന്നൊരു ഭാഗമുണ്ട്. ഈ 1ാമത്തെ പ്രതി കത്തെഴുതി തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്ന മട്ടിലുള്ള പരാതി. ആ പരാതിയിൽ തുടങ്ങുകയാണ് ടേണിംഗ് പോയിന്റ്. ഒരു പക്ഷേ 6 പ്രതികളിൽ മാത്രമായി ഒതുങ്ങിപ്പോകുമായിരുന്ന ഈ കേസിലേക്ക് പിന്നീട് ബാക്കി പ്രതികൾ എത്തിച്ചേരുന്നത് ഈ ഘട്ടത്തിലാണ്. അവിടെ മുതലാണ് ഈ അന്വേഷണത്തിനൊരു വലിയ ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. അതിനുശേഷം നോക്കൂ, ഈ 8ാമത്തെ പ്രതിയായ ദിലീപ് എഴുതുന്ന കത്ത്, ആ കത്തിനെ തുടർന്ന് നടത്തുന്ന അന്വേഷണം, ആ അന്വേഷണം 3 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ ദിനേശ് കാശ്യപിനെ ഏൽപ്പിക്കുന്നു. ആ കാശ്യപ് അതിനുശേഷം ബാബുകുമാറിനെ ഏൽപ്പിക്കുന്നു. ബാബുകുമാർ ആ അന്വേഷണത്തിൽ ഈ പൾസർ സുനിയെ പോയി കണ്ട് ഈ കത്തിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കുമ്പോഴാണ് ബാക്കി എല്ലാ വിവരങ്ങളും ചുരുളഴിഞ്ഞു വരുന്നത്. സാധാരണ രീതിയിൽ ഇത്തരം ജയിലുകളിലെ ദൃശ്യങ്ങളൊക്കെ CCTV ദൃശ്യങ്ങളൊക്കെ മാഞ്ഞു പോകലാണ് പതിവ്. പക്ഷേ കോവിഡ് കാലമാണ്. ആ കോവിഡ് കാലമായതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങളൊന്നും അധികം മാറ്റപ്പെടാതെ അവിടെ സൂക്ഷിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ജയിലിനുള്ളിൽ വളരെ നിർണായകമായ ചില തെളിവുകൾ അങ്ങനെ CCTV കൂടി സമ്മാനിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്, പ്രകൃതിയുടെ വാദമാണ്. പ്രകൃതിക്ക് ഈ കേസ് ജയിച്ചേ മതിയാകൂ എന്ന് നിർബന്ധമുള്ളതുപോലെയായിരുന്നു ഈ അതിജീവിത നിസ്സഹായ ഘട്ടങ്ങളിലെല്ലാം സാഹചര്യങ്ങൾ ഒരു അനുഗ്രഹം പോലെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതിനുശേഷമല്ലേ നിർണായകമായ വെളിപ്പെടുത്തൽ ബാലചന്ദ്രകുമാറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. എന്താണ് ആദ്യം 8ാമത്തെ പ്രതി പറഞ്ഞത്? പൾസർ സുനിയുമായി എനിക്കൊരു ബന്ധവുമില്ല, അറിയില്ല എന്നാണ്. ഒടുവിൽ ടെന്നീസ് ക്ലബ്ബിൽ വെച്ച് കണ്ട കൂടിക്കാഴ്ച ദൃശ്യസഹിതം പുറത്തേക്ക് വന്നില്ലേ? ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലിൽ പത്മസരോവരത്തിൽ ഈ സംഭവം നടക്കുന്നതിന് 1.5 മാസം മുമ്പ് നടത്തിയ കൂടിക്കാഴ്ച
നിർണായകമായില്ലേ? ആ സമയത്തുള്ള CDRലെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ ഇവരുടെ എല്ലാം സാന്നിധ്യം ആ പ്രദേശത്തുണ്ടായിരുന്നില്ലേ? അതിനുശേഷം അവിടെ നടത്തിയ അന്വേഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ദൃശ്യങ്ങൾ അനധികൃതമായി അവിടെ കാണുന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ബാലചന്ദ്രകുമാറിൻ്റെ മൊഴിയായി നമ്മുടെ മുന്നിലുണ്ട്. റിപ്പോർട്ടറിൻ്റെ ടെലിവിഷൻ ക്യാമറയിലല്ലേ ഈ പ്രതി ഈ കുറ്റം സമ്മതിച്ചുകൊണ്ട് പറയുന്നത് 1.5 കോടി രൂപയ്ക്ക് ഏറ്റെടുത്ത കൊട്ടേഷനാണ് എന്ന്. 1.5 കോടി രൂപ, 80 ലക്ഷം രൂപ വാങ്ങി 70 ലക്ഷം രൂപ കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഇത് പുറത്തറിയുമായിരുന്നില്ല. ആ 80 ലക്ഷത്തിൽ ഒതുക്കിയത് വീണ്ടും ഈ 8ാമത്തെ പ്രതിക്കെതിരായിട്ട് വരികയും ഈ കേസിലെ ചുരുളഴിയുന്നതിന് കാരണമാവുകയും ചെയ്തു. ഓരോ ഘട്ടങ്ങളിലായി ഈ കേസ് ഇങ്ങനെ ചുരുളഴിഞ്ഞ് വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കേസിൽ പ്രകൃതി തന്നെയാണ് വാദിയുടെ ഭാഗമായി നിൽക്കുന്നത്. പ്രകൃതി തന്നെയാണ് ഈ കേസിൻ്റെ വിധി പറയാൻ പോകുന്നത് എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഇനി ഒരു കാര്യം കൂടി പ്രേക്ഷകർ ശ്രദ്ധിച്ചോളൂ. ഈ കേസിൻ്റെ നിർണായകമായ അവസ്ഥയിൽ ഏകദേശം 221 രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. 28 സാക്ഷികൾ കൂറുമാറിയിട്ടുണ്ട് ഈ കേസിൽ. നോക്കൂ, അവരിൽ പലരും ഈ അതിജീവിതയുടെ അടുത്ത് നിന്നിരുന്ന ആളുകളാണ്. അതിജീവിതയുമായി സൗഹൃദം സ്ഥാപിച്ച് നിന്നിരുന്നവർ, അതിജീവിത പ്രതീക്ഷയോടുകൂടി കണ്ടിരുന്ന 28 പേര് മൊഴിമാറ്റി. അതിൽ ചിലരെങ്കിലും ഈ പ്രതിയുടെ ബന്ധുക്കളോ പ്രതിയുടെ സഹപ്രവർത്തകരോ ആണ്. ഈ വാദിയായ അതിജീവിതയുടെ സഹപ്രവർത്തകയുമാണ്. അവർക്കൊക്കെ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടില്ലേ? സിദ്ദിഖിന് ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ഇടവേള ബാബുവിന് പിന്നീട് എന്ത് സംഭവിച്ചു? ഇവരൊന്നും പ്രതീക്ഷിക്കാതിരിക്കുന്ന തരത്തിലാണ് ഓരോ തരത്തിലുള്ള കേസും കൂട്ടവുമായി വരുന്നത്. പ്രകൃതി തന്നെ വിധി എഴുതുന്ന ഒരു കേസായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം അതാണ്. ഈ സാധാരണ രീതിയിൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കുക അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം അതിൽ നേരിട്ടുള്ളൊരു ലിങ്ക് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ സാഹചര്യ തെളിവുകൾ ഒന്നിനു പിന്നാലെ മറ്റൊന്നായി സ്വയം ഇതാ ഞാൻ പ്രത്യക്ഷപ്പെടുന്നു എന്ന മട്ടിലാണ് വന്ന് നിൽക്കുന്നത്. അതിനിടയിലാണ് റിപ്പോർട്ടർ TV നടത്തിയ ഇടപെടലുകളും ആ തെളിവുകൾ ഓരോന്നോരോന്നായി സമൂഹത്തിൻ്റെയും കോടതിയുടെയും മുന്നിലേക്ക് കൊണ്ടുവന്നതും. ഇനി ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം, ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇതിലെ മുഴുവൻ പ്രതികളും നാളെ ശിക്ഷിക്കപ്പെട്ടാലും അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. കാരണം അതിജീവിതയുടെ ഏറ്റവും വലിയ സങ്കടമായി ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലെ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ 3 തവണ മാറിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ജില്ലാ ജഡ്ജിയുടെ വീട്ടിലെ ഒരു സെഷൻസ് ക്ലർക്ക് ഒരു സീനിയർ ക്ലർക്കിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ അതിജീവിതയുടെ സ്വകാര്യ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ട്. അങ്കമാലിയിലെ മജിസ്ട്രേറ്റിൻ്റെ ഓഫീസിൽ വെച്ച് അത് അനധികൃതമായി ആക്സസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പരാതിയുണ്ട്. ഈ പരാതികളിലൊന്നും ഇതുവരെയും നടപടിയായിട്ടില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിജീവിത കൊട്ടേഷൻ റേപ്പിന് ഒരു ഘട്ടത്തിൽ വിധേയമാവുന്നു, അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി അവർ റേപ്പിന് വിധേയമാവുന്നു. ഒരർത്ഥത്തിൽ അതിജീവിത 2 തവണയാണ് റേപ്പിന് വിധേയമായത്. ഒന്ന് വളരെ ക്രൂരനായ ഈ പൾസ് സുനി എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രതിയാലും, രണ്ടാമത് ഒരു സിസ്റ്റത്താലും റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു പ്രതി. മൂന്നാമത് ഈ പ്രതി എങ്ങനെ റേപ്പ് ചെയ്യപ്പെട്ടെന്നറിയാമോ? പൊതുസമൂഹം ഈ ആദ്യം ഈ നടനോടൊപ്പം നിന്ന് ദിലീപിനൊപ്പം എന്ന നിലപാടെടുത്ത് നിന്നിരുന്നൊരു പൊതുസമൂഹമുണ്ട്. ഒരു വലിയ സൈബർ ലിഞ്ചിങ് ഉണ്ടായത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. അന്ന് അവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചത് എന്താണ്? 1ാം പ്രതിയായ പൾസ് സുനിയുമായി ഈ അതിജീവിതയായ നടിക്ക് അടുത്ത ബന്ധമാണ് എന്ന മട്ടിലുള്ള കുപ്രചരണങ്ങളാണ് എടുത്തുവിട്ടത്. ഞാനിവിടെ ഒരിക്കൽ കൂടി പറയുന്നു, പ്രകൃതി ഒരു വാദിയായി വരികയും പ്രകൃതി അതിജീവിതയെ ഒരു ഘട്ടത്തിൽ തുണയ്ക്കുകയും ചെയ്തത് അവിടെയാണ്. ഗോവയിൽ വെച്ച് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ലാൽ ക്രിയേഷൻസിൻ്റെ ബാനറിൽ അന്ന് ഡ്രൈവറായിരുന്ന ഈ പൾസ് സുനി ഒരു ദിവസത്തെ കൊട്ടേഷനാണെന്ന് പ്ലാൻ ചെയ്യുന്നത്. കൊട്ടേഷൻ ആദ്യം നിശ്ചയിക്കുന്നത് കൊച്ചിയിൽ വെച്ചല്ല, കൊട്ടേഷൻ ഗോവയിൽ വെച്ചാണ്. ആ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ലാസ്റ്റ് ഡേയിൽ ഈ പെൺകുട്ടിയെ, ഈ അതിജീവിതയെ ഗോവയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ചുമതല അങ്ങോട്ട് പോയി ഏറ്റെടുക്കുകയാണ് പൾസ് സുനി. എന്നിട്ട് അവിടെ വെച്ച് എക്സിക്യൂട്ട് ചെയ്യാനായിരുന്നു പരിപാടി. ഒന്ന് ആലോചിച്ച് നോക്കൂ, കൊച്ചിയിലെ തിരക്കുള്ള ഈ നഗരത്തിൽ വെച്ച് നടന്നു ഈ സംഭവം. അവിടെ സഹായിക്കുന്ന PT തോമസും നടനായ ലാലും ഒക്കെ ഉണ്ടായിരുന്നു. ഗോവയിൽ വെച്ചാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ ആര് രക്ഷിക്കുമായിരുന്നു അതിജീവിതയെ? അവിടെ എന്താകുമായിരുന്നു അവസ്ഥ? ഈ പെൺകുട്ടിയോട് എന്താ പറയുന്നതെന്നറിയാമോ? കാറിൽ അതിജീവിതയെ ചെയ്യുന്ന സമയത്ത്, ഈ വളരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന സമയത്ത് അതിജീവിത ചോദിക്കുന്നത് നിനക്കിത് ചെയ്യാതിരുന്നൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ പൾസ് സുനി പറയുന്നൊരു വാചകമുണ്ട്, ഞാനും ക്യാമറയുടെ പരിധിയിലാണ് എന്നാണ്. ഞാനും ക്യാമറയുടെ പരിധിയിലാണ്, ഞാനും അണ്ടർ സർവൈലൻസിലാണെന്നുള്ളതാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ എന്താ? ദിലീപിൻ്റെ ഡ്രൈവർ ഈ അങ്കമാലി മുതൽ ആലുവ വരെ ഈ കാറിനെ പിന്തുടർന്നുണ്ടായിരുന്നു. അതാണ് CDRൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ആ ദിവസം ഈ 8ാമത്തെ പ്രതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നതും സഹോദരിയുടെ ഫോണിലേക്ക് ഈ പൾസ് സുനിയെയും നടിയെയും പിന്തുടർന്നുകൊണ്ടിരുന്ന കാറിൽ നിന്നുള്ള ഫോൺ കോളുകളും
അതൊക്കെ വളരെ പ്രധാനപ്പെട്ട തെളിവായി നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ്. ആ തെളിവുകളെല്ലാം ഓരോന്നോരോന്നായി പ്രകൃതി വീണ്ടും ഒരിക്കൽ കൂടി അതിജീവിതയുടെ പക്ഷത്തിലേക്ക്, അതിജീവിതയുടെ സഹായത്തിനായി എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് നാളെ വിധിയിലൂടെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാളെ വിധി എഴുതുന്നത് ജഡ്ജിയാണെങ്കിലും അത് പ്രകൃതി എഴുതുന്ന വിധിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിജീവിതയ്ക്ക് നീതി കിട്ടുന്ന വിധിയായി വരും. പക്ഷേ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഈ മെമ്മറി കാർഡ് അനധികൃതമായി ആക്സസ് ചെയ്ത് നമ്മുടെ രാജ്യത്ത് ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഏറ്റവും പരമപ്രധാനമാണ് ഒരു വ്യക്തിയുടെ സ്വകാര്യത എന്നുള്ളത്. ഒരു പെൺകുട്ടിയുടെ സ്വകാര്യതയെ ഏതെങ്കിലും തരത്തിലൊരു സിസ്റ്റം ഒളിച്ചു നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിലെ പുഴുക്കുത്തുകളെ തിരിച്ചറിഞ്ഞ് പുറത്തെടുത്തു വിടേണ്ടതാണ്. അതിന് തീർച്ചയായിട്ടും അതിജീവിത പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ പോരാട്ടം ഇനിയും തുടരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നാളെ പ്രകൃതി ഒരിക്കൽ കൂടി അതിജീവിതയുടെ പക്ഷം ചേർന്ന് ഈ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ വിധി എഴുതും, ഒരു കയ്യൊപ്പ് ചാർത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നാൽ അത് കേരളത്തിന് മാത്രമല്ല, അത് പോരാടാൻ സഹായിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഒരു കരുത്തായി മാറുകയും ചെയ്തു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട അതിജീവിതയ്ക്ക് ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട്. അത് കേരളത്തിലെ സ്ത്രീകൾക്ക് അവരുടെ തൊഴിലിടങ്ങളിൽ ആത്മാഭിമാനത്തോടു കൂടി അവർ നേരിടുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തുറന്നു പറയാൻ ത്രാണിയുണ്ടാക്കിയതിന്, സിനിമാ മേഖലയിലെ പുഴുക്കുത്തുകളെ തിരിച്ചറിയാൻ ഇടവരുത്തിയതിന്, ഒപ്പം സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കൂട്ടായ്മയെ സൃഷ്ടിച്ചതിന്, എത്ര തവണ ഈ സിനിമയിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ ശ്രമിച്ചു, സിനിമയിലെ സെറ്റുകളിൽ നിന്ന് ഈ പെൺകുട്ടിയെ വിലക്കാൻ ശ്രമിച്ചു, ഇതെല്ലാം നമ്മുടെ മുന്നിലില്ലേ. മലയാള സിനിമയിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴും അവർ നിർഭയം പോരാടിക്കൊണ്ടേയിരുന്നു. ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. പൾസസുനിയുടെ ആ ഫോൺ കണ്ടെത്തുന്ന പക്ഷം, അതിനുള്ളിലൊരിക്കുന്ന നിർണായകമായ തെളിവുകൾ ഇതേ അതിജീവിതയുടെ സമാനാവസ്ഥയിലൂടെ കടന്നുപോയ 1-2 നടിമാരുടെ ജീവിതാനുഭവങ്ങളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പിഴവില്ലാത്ത ഒരു വിധി നാളെ പ്രകൃതി നമ്മളുടെ പ്രിയപ്പെട്ട അതിജീവിതയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വേണ്ടി എഴുതും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. Meet the editors.